മികച്ച വരുമാനം നൽകുന്ന അധികം റിസ്കില്ലാത്ത കൃഷി ഏതാണെന്നറിയാമോ? മികച്ച വരുമാനം നൽകുന്ന അധികം റിസ്കില്ലാത്ത കൃഷി ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം ജാതി കൃഷി എന്നതായിരിക്കും. നല്ല വിളവ് നൽകുന്ന ഒരു സുഗന്ധ വിജ്ഞാനമാണ് ജാതി. നല്ല വിളവ് തരുന്ന തൈകൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രം. തൈകൾ നട്ട് 3 വർഷം കഴിയുമ്പോൾ മുതൽ വിളവ് ലഭിച്ചു തുടങ്ങും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന്. റബ്ബർ, തെങ്ങ് തുടങ്ങിയവയാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം നൽകാൻ പിന്നെയും വർഷങ്ങൾ വേണ്ടിവരും. 10 വർഷം പഴക്കമുള്ള ഒരു നല്ല കായ്ഫലം തരുന്ന ജാതിച്ചെടികൾ ബഡ് ചെയ്യാനായി തിരഞ്ഞെടുക്കാം. അധികം കീടബാധകളോ രോഗങ്ങളോ ഇല്ലാത്ത ആരോഗ്യമുള്ള മാതൃവൃക്ഷങ്ങളാക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ബഡ് ചെയ്ത് 4 മാസം കഴിയുമ്പോഴേക്കും നന്നായി മുള വന്നിട്ടുണ്ടാകും. ആ സമയം പറമ്പിലേക്കോ ചട്ടിയിലേക്കോ ഇത് മാറ്റി നടാം. ജാതിയിൽ പെൺ ആൺ വൃക്ഷങ്ങളുമുള്ളതിനാൽ കുരു നട്ട് മുളപ്പിച്ചെടുക്കുകയാണെന്നെങ്കിൽ ചിലപ്പോൾ കായ്ഫലം നൽകാതെ വൃക്ഷങ്ങളാകാനുള്ള സാധ്യതയുണ്ടാകും. ആൺമരങ്ങളിലാണെങ്കിൽ വെട്ടിക്കളയുകയാണ് ചെയ്യുക. അതിനാൽ ബഡ് ഗ്രാഫ്റ്റിംഗ് രീതികളിൽ തൈകൾ മുളപ്പിക്കാനായി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് ജാതി കൃഷിക്ക് അനുയോജ്യം. എക്കൽ കലർന്ന മണ്ണിൽ ജാതി നന്നായി വളരും. കൃഷി ചെയ്യുന്ന മണ്ണിൽ ജൈവാംശവും നനവും ആവശ്യമാണ്. എന്നാൽ മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. പടർന്ന് കുട പോലെ വരുന്നതിനാൽ തൈകൾ തമ്മിൽ 30 അടി അകലത്തിൽ വേണം നടാൻ. സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്നതിനേക്കാൾ വെയിൽ അരിച്ചിറങ്ങുന്നതാണ് ജാതി കൃഷിക്ക് അനുയോജ്യം. അതിനാൽ തന്നെ ഇടവിളയായും ജാതി കൃഷി ചെയ്യാം. തെങ്ങിൻ തോപ്പിൻ ഇടവിളയായി കൃഷി ചെയ്യാനാണ് തയ്യാറാവുന്നതെങ്കിൽ 4 തെങ്ങിന് നടുവിൽ 1 എന്ന രീതിയിൽ വേണം ജാതി നടാൻ. ജലസേചന സൗകര്യം കൂടുതലുണ്ടാകുന്ന തെങ്ങ് കവുങ്ങ് തോട്ടങ്ങളിൽ ജാതി നന്നായി വളരുകയും ചെയ്യും. മാത്രമല്ല തെങ്ങും കവുങ്ങും സൂര്യപ്രകാശത്തെ നേരിട്ട് ജാതിയിലേക്ക് എത്തിക്കുകയുമില്ല. ജാതി മാത്രമാണ് നടുന്നതെങ്കിൽ ശീമക്കൊന്ന, മുരുക്, വാഗ തുടങ്ങിയവ തണലിനായി നടണം. ജൈവവളങ്ങൾ മാത്രം മതി ജാതി നല്ല വിളവ് തരാൻ. കാലിവെള്ളം, കമ്പോസ്റ്റ്, പച്ചില വളം തുടങ്ങിയവ ഉപയോഗിക്കാം. കൂടാതെ മറ്റു ചെടികളും ഇലകളുമെല്ലാം ജാതിയുടെ ചുവട്ടിൽ ഇട്ടു നൽകുന്നതും നല്ലതാണ്. ജാതി ചുവട്ടിൽ ഈർപ്പം നിലനിർത്താൻ ചകിരിത്തൊണ്ട് നിരത്താം. ഏതു സമയവും കായ്കൾ ഉണ്ടാകുന്ന മരമാണ് ജാതി. ഡിസംബർ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ കൂടുതൽ കായ്കൾ ഉണ്ടാകും. ജാതിയുടെ വിളവെടുപ്പ് പല ഘട്ടങ്ങളിലായാണ് നടക്കുക. കായ്കൾ പറിച്ച് വിത്തുകൾ ശേഖരിക്കുകയാണ് ചെയ്യുക. വിത്തിൻ്റെ കട്ടിയുള്ള ഭാഗത്തിൻ്റെ പുറത്തായി ചുവന്ന നിറത്തിലുള്ള ജാതിപത്രി ഉണ്ടാകും. വിത്തിനേക്കാൾ കൂടുതൽ വില ലഭിക്കും ജാതിപത്രിക്കാണ്. ജാതിപത്രിയും വിത്തും ഉണക്കിയാണ് വിൽക്കുക. വെയിലത്ത് വെച്ച് ഉണക്കുന്നതാണ് നല്ലത്. ജാതിപത്രി ഉണങ്ങി കഴിയുമ്പോഴും നല്ല ചുവപ്പ് നിറമായിരിക്കും. നിറം കൂടുന്നതിനനുസരിച്ച് വിലയും കൂടും. ജാതിപത്രി 1 കിലോക്ക് 1000-ലധികം രൂപയും ജാതിക്കക്ക് 1 കിലോക്ക് 500 രൂപയോളവുമാണ് വില. മാത്രമല്ല വിപണിയിൽ ജാതിക്ക് വലിയ ഡിമാൻഡ്സാണ് ഉള്ളത്.